ഇന്ന് നമുക്ക് യൂണിഫോമായിട്ട് അവൈലബിൾ ആക്കാൻ പറ്റുന്ന കോട്ട സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് യൂണിഫോമായിട്ട് ബൾക്ക് പീസസ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, അല്ല നമുക്ക് സിംഗിൾ പീസസ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അപ്പം യൂണിഫോമിന് കുറേ പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് വേണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അവരിൽ നിന്ന് നറുക്കിട്ട് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ടോണിൽ ഇത് കോട്ട സാരീസാണ്. നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാൻ നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരീസാണ്. ഉടുക്കുമ്പോഴും ഇത് കണ്ടോ, ഇപ്പോൾ ഞാനിങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല ഈ സാരീസ്. ഇതിപ്പോൾ 1 ലെയറാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ചെറിയ സ്റ്റിഫ്നെസ് വേണം എന്നുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. നല്ലൊരു പിങ്ക് ടോൺ, അതിനകത്ത് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. 1250 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാരീസാണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്ലെയിൻ വന്നിട്ട് സ്ലീവ് എൻഡിൽ ആ ഒരു ക്രോഷോ ലേസ് പാറ്റേൺ വരും. 1250 റേഞ്ചിൽ വരുന്ന സാരീസ്. അടുത്തത് വരുന്നത് ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ എക്സാക്റ്റ് ഭയങ്കര ആ ഒരു തെളിഞ്ഞ പീച്ചല്ല. മുന്താണി എല്ലാം സെയിം പാറ്റേൺ. അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതാണ് മുന്താണി വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഉടുക്കാനും ഒക്കെ നല്ല ഈസി ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു പീച്ച് പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡ്. പീച്ച് പിങ്ക് ടോൺ 1250. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡ്. ഇതൊക്കെ നല്ല രസമായിട്ട് ഉടുത്തു കഴിഞ്ഞ് യെല്ലോയൊക്കെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഇങ്ങനെ ഭയങ്കര തെളിഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് യെല്ലോ അല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ. അടുത്തത് വരുന്ന അതിൻ്റെ ലാവൻഡർ മുന്താണി.
അടുത്തത് വരുന്ന അതിൻ്റെ പിസ്ത ഗ്രീൻ. അടുത്തത് വരുന്നത് നമുക്ക് 1190 റേഞ്ചിൽ വരുന്ന കോട്ട മെറ്റീരിയൽ തന്നെ, വർക്ക് ഡിഫറെൻ്റ് ആണ്. ഇതാണ് വർക്ക് വരുന്നത് 1190, 1190. ഇതാണ് മുന്താണി വരുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു പേസ്റ്റൽ ടോൺ. മുന്താണി ബ്ലൗസ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡിൽ ക്രോഷ്യോ ലേസ് പാറ്റേൺ. അടുത്തത് വരുന്നത് ലാവൻഡർ. ഉടുക്കാൻ നല്ല സുഖമുള്ള സാരീസാണ്, നമുക്ക് ചൂടൊന്നും എടുക്കില്ല. കോട്ട മെറ്റീരിയലാണ്, അതായത് കോട്ടയല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കേണ്ടതൊന്നും ആവശ്യമില്ല, അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ചെറിയ സ്റ്റിഫ്നെസ് വേണമെന്നുള്ളവർക്ക് സ്റ്റാർച്ച് ചെയ്യുകയും ചെയ്യാം. സ്റ്റാർച്ച് ചെയ്താൽ ചെറിയൊരു സ്റ്റിഫ്നെസ് കിട്ടും ഇതിന്. അത് വേണ്ടാന്നുള്ളവർ അല്ലാതെ തന്നെ വാഷ് ചെയ്ത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് യൂണിഫോം ആയിട്ടൊക്കെ വേണമെങ്കിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ല സിംഗിൾ പീസസ് വേണ്ടവർക്ക് സിംഗിൾ പീസസുമായിട്ട് എടുക്കാം. ഇതൊരു നല്ലൊരു പിങ്ക് മുന്താണി. ഇത് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ യൂണിഫോമിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.